ഹായ് എവ്രി വൺ, എല്ലാവർക്കും iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NTA UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ യൂണിറ്റ് 7 കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ ബൈയിങ് ബിഹേവിയറിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് സീ വാട്ട് ഈസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. അപ്പോൾ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. Customer relationship marketing varies greatly from the traditional transactional marketing approach that focuses on increasing individual sales numbers. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു അപ്രോച്ച് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ചിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്. നോർമലി ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് അവിടെ എന്താണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്, മാർക്കറ്ററുടെ അല്ലെങ്കിൽ ഫേം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെയിൽസ് നമ്പേഴ്സ് കൂട്ടുക, അല്ലെ, സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പിൽ കൂടെയാണ്. ഓക്കെ, സോ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഇസ് എ ടെക്നിക് ഇൻ വിച്ച് ഓർഗനൈസേഷൻ ഡിസൈർ ടു ഡെവലപ്പ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ആൻഡ് ലോയൽറ്റി ടുവേർഡ്സ് ദ ബ്രാൻഡ്. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻസ് അവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, അല്ലെ, കസ്റ്റമേഴ്സുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് ഓർഗനൈസേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, എന്തിൻ്റെ ബേസിലാണ് ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കസ്റ്റമറുടെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോടുള്ള ലോയൽറ്റി, അല്ലെ, ഒരു ബ്രാൻഡിനോടുള്ള അവരുടെ ലോയൽറ്റി, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡുമായിട്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ബേസിൽ ഒരു ഓർഗനൈസേഷൻ കസ്റ്റമറുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെ, അല്ലെങ്കിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അല്ലെ, അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് എപ്പോഴും നല്ലൊരു റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യാൻ ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. സോ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്. ഓക്കെ, സോ ആൻഡ് ദ എയിം ഇസ് ടു സ്ട്രെങ്തൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആൻഡ് ലോയൽറ്റി വിത്ത് ദ ബ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താണ്, ബ്രാൻഡ് ലോയൽറ്റി, അല്ലെ, കസ്റ്റമേഴ്സിനെ ബ്രാൻഡ് ലോയൽ ആക്കുക, കസ്റ്റമേഴ്സിനെ റിറ്റെയിൻ ചെയ്യുക, അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. അടുത്തതായി എന്തൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കസ്റ്റമർ റീടെൻഷൻ. ഇപ്പോൾ ഒരു പ്രോപ്പർ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ഫേംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ടു റീറ്റെയിൻ ദി കസ്റ്റമേഴ്സ്, അല്ലേ, കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് എന്തിൻ്റെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിൻ്റെ. ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ ദ കസ്റ്റമേഴ്സ്, അല്ലേ, കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ, നിലനിർത്തുക എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ, ലോയൽ കസ്റ്റമേഴ്സ് ആക്കി കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രൂവ്മെൻറ്റ് ത്രൂ കസ്റ്റമർ ഫീഡ്ബാക്ക്. നോർമലി നമുക്കറിയാം നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അല്ലേ, എപ്പോഴും ഫേംസ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും, അല്ലേ, അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിൽ ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് അവരെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ്മെൻറ്റ്, അല്ലെ, ഫ്യൂച്ചർ ഇംപ്രൂവ്മെൻറ്റിൽ. അപ്പോൾ ഈ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, ഈ ഫീഡ്ബാക്ക് ഡാറ്റയുടെ ബേസിൽ കമ്പനീസിന് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ, അല്ലെ, പല ഡിസിഷൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ പല ഡിസിഷൻസ് എടുക്കാനും ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി എന്താണ്, ഫേമിന് ഒരു ഇംപ്രൂവ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നു ത്രൂ കസ്റ്റമർ ഫീഡ്ബാക്ക്. ദെൻ ഇൻക്രീസ്ഡ് റവന്യൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് കസ്റ്റമർ റീടെൻഷൻ, അതുപോലെ തന്നെ എന്താണ് കസ്റ്റമർ ഫീഡ്ബാക്ക്, ഇതിലെല്ലാം കൂടെ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ, കസ്റ്റമർ ഫീഡ്ബാക്കിൽ കൂടെയുള്ള ഇംപ്രൂവ്മെൻറ്റ് കൊണ്ട് അതുപോലെ തന്നെ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഫൈനലി കമ്പനീസിന് അവരുടെ റവന്യൂവും എന്ത് ചെയ്യാൻ പറ്റും,
കൂട്ടാൻ പറ്റും അല്ലേ. ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ ഫ്യൂച്ചറിൽ പ്രസൻ്റ്ലിയും ഫ്യൂച്ചറിലും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ റവന്യൂ കൂട്ടാൻ പറ്റും. അപ്പോൾ അതും എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ദ നെക്സ്റ്റ് വൺ കസ്റ്റമർ അക്വിസിഷൻ. കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അല്ലേ. പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ, കമ്പനിക്ക് പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി ഇൻക്രീസസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലെവൽ. അപ്പോൾ പ്രോപ്പർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഇതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നു, അതുപോലെ തന്നെ എന്താണ് കസ്റ്റമറും ഫേമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടുന്നു. ഇതിനൊക്കെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ ഈസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അടുത്ത ടോപ്പിക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പല സ്ട്രാറ്റജീസ് ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ഷോ കസ്റ്റമേഴ്സ് ദാറ്റ് യു വാല്യൂ ദം വിത്ത് എവറി ഇൻട്രാക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിനെ എപ്പോഴും എന്താണ് വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എപ്പോഴും എന്താണ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം അല്ലേ. സോ വി ക്യാൻ സേ കൺസിഡർ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഡിലൈറ്റ് ദം ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ് അല്ലെ. എപ്പോഴും കൺസിഡർ ചെയ്യുക, അതുപോലെ അവർക്കൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കുക, അതുപോലെ തന്നെ അവരെ വലിയ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുക. ഡിലൈറ്റ് മീൻസ് എന്താണ്, സാറ്റിസ്ഫാക്ഷനേക്കാളും മുകളിൽ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക, അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരെ എന്ത് ചെയ്യുക, ഡിലൈറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ്. കസ്റ്റമേഴ്സിനെ വളരെ നല്ല രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ദെൻ നെക്സ്റ്റ്, ലിസൺ ടു കസ്റ്റമേഴ്സ് ആൻഡ് റെസ്പോണ്ട്. അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ എപ്പോഴും ലിസൺ ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. അവർ പറയുന്നത് കേൾക്കാനും അതുപോലെ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാനും എപ്പോഴും എന്ത് ചെയ്യണം, ഫേംസ് അല്ലെങ്കിൽ കമ്പനീസ് ഫോക്കസ് ചെയ്യണം അല്ലേ. അതിന് എങ്ങനെ അവർക്ക് റെസ്പോണ്ട് ചെയ്യാം, ത്രൂ വേരിയസ് സോഷ്യൽ മീഡിയാസ് അല്ലെ. ഇപ്പോൾ പല സോഷ്യൽ മീഡിയാസിൽ കൂടെ എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സ് അവരെന്തെങ്കിലും കമൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിപ്ലൈസ് കൊടുക്കാൻ പറ്റും അല്ലേ, റിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക. അങ്ങനെ കസ്റ്റമേഴ്സിനെ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവരോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതും കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് അല്ലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ദെൻ നെക്സ്റ്റ്, ഗിവ് കസ്റ്റമേഴ്സ് ഫ്രീ ഇൻഫർമേഷൻ. പിന്നെ എന്ത് ചെയ്യുക, ഒരു ഫ്രീ ആക്സസ് അല്ലേ, കമ്പനിയുടെ പ്രോഡക്റ്റ് ഇൻഫർമേഷനെ പറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊക്കെയുള്ള അവർക്ക് ഫ്രീ ഇൻഫർമേഷൻ ഫ്രീലി ആക്സസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം അല്ലേ. നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് ഫ്രീ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പനീനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് ഫ്രീലി അവൈലബിൾ ആക്കാൻ ട്രൈ ചെയ്യാം. This is another customer relationship marketing strategy. The next is expanded loyalty rewards. എന്താണ് ലോയൽറ്റി റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നോർമലി ചില ഫേംസ് അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ എന്ത് ഓഫർ ചെയ്യും, ലോയൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യും. അതുപോലെ തന്നെ ലോയൽറ്റി കാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ. ലൈക്ക് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ്സ് ഒക്കെ പോലെയുള്ള ലോയൽറ്റി കാർഡ്സ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ അവൈലബിൾ ആവും. ആ കാർഡ്സ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ്സ് ഒക്കെ ലൈക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ അവൈലബിൾ ആവും. അപ്പോൾ ഇവിടെ ഒരു എക്സ്പാൻഡഡ് ലോയൽറ്റി റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മുടെ ടിപ്പിക്കൽ റിവാർഡ്സിനേക്കാളും കൂടുതലായിട്ട് ബിയോണ്ട് ദ ടിപ്പിക്കൽ റിവാർഡ്സ് അല്ലേ, നോർമലി കൊടുക്കുന്ന റിവാർഡ്സിനേക്കാളും കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സ്പാൻഡഡ് ലോയൽറ്റി റിവാർഡ്സ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ദിസ് ഇസ് അനദർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ മെയിൻറ്റെയിനിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ദെൻ നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റ് ഫ്രീക്വൻ്റ്ലി അല്ലേ. പിന്നെ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. എ റിലേഷൻഷിപ്പ് ഇസ് നത്തിങ് വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ കമ്പനീസ് എപ്പോഴും അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് യൂസ് ചെയ്യാവുന്ന സോഷ്യൽ മീഡിയാസ് അല്ലെ, പല സോഷ്യൽ മീഡിയാസ് ത്രൂ, അതുപോലെ തന്നെ ഇമെയിൽസ്, മെസ്സേജസ്, ഇതിൽ കൂടെയൊക്കെ കസ്റ്റമേഴ്സുമായിട്ടൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സോ ദിസ് ആർ ദ
customer relationship marketing strategies. Next topic is CRM cycle, that is customer relationship marketing cycle or the process involved in customer relationship marketing. അടുത്തതായി ഇതൊക്കെയാണ് customer relationship marketingil വരുന്ന different stages അല്ലെങ്കിൽ process എന്ന് നോക്കാം. നോർമലി ഈ CRM സൈക്കിളും അതുപോലെ തന്നെ കസ്റ്റമറുടെ ലൈഫ് സൈക്കിൾ സ്റ്റേജസും സിമിലർ തന്നെയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ 5 കീ സ്റ്റേജസ് ആണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ is reaching a potential customer, then second one is customer acquisition, then third one is conversion, then fourth one is customer retention and finally customer loyalty. സോ ഇനി ഇതോരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജസ് റീച്ച്. സോ ദിസ് ഇസ് ദ ഇനീഷ്യൽ സ്റ്റേജ്. ഇപ്പോൾ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കസ്റ്റമറിൻ്റെ ലൈഫ് സൈക്കിൾ എന്നും പറയാം. അപ്പോൾ ഇതിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? റീച്ച് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് റിക്വയർസ് ഓർ മീൻസ് ദ പെർഫോമിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ടു പ്രൊമോട്ട് ദ ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്? കമ്പനീസ് അവരുടെ ബ്രാൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവരിലേക്ക് റീച്ച് ചെയ്യിക്കുക, അല്ലെ, അവരെ അറിയണം പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. സോ ദിസ് വിൽ ഇൻവൈറ്റ് ദ കസ്റ്റമേഴ്സ് ഓർ ഓഡിയൻസ് ടു നോ അബൌട്ട് ആൻഡ് ലേൺ മോർ അബൌട്ട് യുവർ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എത്തിക്കാൻ, അവരെ അതിനെപ്പറ്റി ലേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CRM, ടു റീച്ച്, അല്ലെ, കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക, ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യുക, അവർ ലേൺ ചെയ്യിപ്പിക്കുക, ഇന്ന പ്രോഡക്റ്റ് ഇന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് അക്വിസിഷൻ. So at this stage, firms start receiving prospects information such as email address, contact number and other details. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് അവർ കസ്റ്റമർ അക്വിസിഷനിലേക്ക് പോകുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട്, അല്ലെ, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അവരുടെ കോൺടാക്ട് നമ്പേഴ്സിലൊക്കെ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതാണ് അക്വിസിഷൻ സ്റ്റേജിൽ നടക്കുന്നത്. ഇവിടെ ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ സെയിൽസ് കോൾസ്, സെൻഡിങ് പേഴ്സണലൈസ്ഡ് മെസ്സേജസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ മെയിനായിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്നത്. പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിലേക്ക്, അല്ലേ, എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. ഓക്കെ, അവരെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ അതിനുശേഷം തേർഡ് വൺ ഇസ് കൺവേർഷൻ. അപ്പോൾ ഇതാണ് കൺവേർഷൻ സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? ദാറ്റ് മീൻസ് വേർ the company's prospective customers turn into actual paying customers, അല്ലെ, അവരുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആക്ച്വൽ പേയിങ് കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്, അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ കൂടെയൊക്കെ എന്ത് ചെയ്യും? കമ്പനീസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേജിൽ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെ എന്താണ്? ആക്ച്വൽ ബയേഴ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ. അതായത് കമ്പനീസ് ക്യാൻ സ്റ്റാർട്ട് എക്സ്പെക്റ്റിംഗ് റവന്യൂ ഫ്രം ദ കസ്റ്റമേഴ്സ്, അല്ലെ, അവർ പർച്ചേസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ആക്ച്വൽ ബയേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജസ് റിട്ടൻഷൻ. ഇപ്പോൾ ഫോർത്ത് സ്റ്റേജാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. സോ കൺവേർട്ടിംഗ് പ്രോസ്പെക്ട്സ് ഇൻ ടു കസ്റ്റമേഴ്സ് ഡസ് നോട്ട് എൻഡ് ദ കസ്റ്റമർ ലൈഫ് സൈക്കിൾ, അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു കസ്റ്റമർ ലൈഫ് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ ആക്ച്വൽ കസ്റ്റമേഴ്സായി കൺവേർട്ട് ചെയ്യുന്നതോടുകൂടി എൻഡ് ചെയ്യുന്നില്ല. കമ്പനീസ് എന്തും കൂടെ ഫോക്കസ് ചെയ്യണം? ദേ ഷുഡ് റീറ്റെയിൻ, അല്ലേ. കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ആക്കിയ കസ്റ്റമേഴ്സിനെ അവർ റീറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ റീറ്റെയിൻ ചെയ്താൽ മാത്രമാണ് കമ്പനിക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ from this stage, building customer relationship with regular engagement help to keep company brand fresh in their mind. അപ്പോൾ എപ്പോഴും കമ്പനീസ് എന്ത് ചെയ്യാൻ ശ്രമിക്കണം? കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലേ, കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് കസ്റ്റമർ റീറ്റൻഷൻ അവിടെ നടക്കുന്നുള്ളൂ, അല്ലെ. കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ നോക്കണം. അതാണ് അടുത്ത ഒരു സ്റ്റേജ്, കസ്റ്റമർ റീറ്റൻഷൻ. അപ്പോൾ ആ കസ്റ്റമർ റീറ്റൻഷന് വേണ്ടിയിട്ട് നല്ല റിലേഷൻഷിപ്പ്, അല്ലെ,
റെഗുലർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, റെഗുലർ എൻഗേജ്മെൻറ്റിൽ കൂടെ, കസ്റ്റമർ എൻഗേജ്മെൻറ്റിൽ കൂടെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് കമ്പനീസ് എപ്പോഴും എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ റിറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എപ്പോഴും പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കസ്റ്റമേഴ്സിനെ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റിറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റേജ്. ദെൻ ഫൈനലി advocacy or loyalty means having loyal customers for a company will help them in the long run. അപ്പോൾ കസ്റ്റമേഴ്സ്, ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് എപ്പോഴും ഒരു ലോങ് റണ്ണിൽ അവരെ വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ദേ നോട്ട് ഓൺലി ഗിവ് റിപ്പീറ്റ് ബിസിനസ്, അവർക്ക് റിപ്പീറ്റ് ബിസിനസ് നൽകുന്നു എന്ന് മാത്രമല്ല, ഈ ലോയൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, ദേ ഓൾസോ പ്രൊമോട്ട് ദ ഗുഡ്സ് ടു മോർ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, അല്ലേ, മറ്റുള്ളവരിലേക്കും കൂടെ എന്ത് ചെയ്യുന്നു, പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിലേക്ക് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ ലോയൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എപ്പോഴും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഒരു കസ്റ്റമർ ലൈഫ് സൈക്കിൾ ത്രൂ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സ്റ്റേജിലെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം, ഒരു കമ്പനി നല്ലൊരു റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് അവിടെ ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് ദിസ് കസ്റ്റമേഴ്സ് വിൽ റെഫർ ദ കമ്പനീസ് പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ദ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള ലോയൽ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ലോയൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുള്ളൂ, കമ്പനീൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ CRM സൈക്കിൾ, അല്ലേ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സൈക്കിളിൻ്റെ സ്റ്റേജസ്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ കസ്റ്റമറിന് പാസ് ചെയ്യുന്ന അവരുടെ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതുപോലെ വാട്ട് ആർ ദ വേരിയസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ടോപ്പിക്കാണ് ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ കവർ ചെയ്ത ഏരിയയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് interaction to individual customers are part of dash. Options: retailers management, customer relationship marketing, company relationship management, supplier management. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. Thank you learners. See you in another class.